നമസ്കാരം, എല്ലാവർക്കും ഗിരീഷ് സാറാണ്. ഒന്നും പഠിക്കാത്തവർക്ക് ടെൻഷൻ വേണ്ട, മോഡൽ എക്സാം അടിപൊളിയാകാം. ഇതാണ് നമ്മുടെ തമ്മിൽ. ഇതുമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. വളരെ ചെറിയൊരു ഷോർട്ട് വീഡിയോ, പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്കറിയാം, മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സാമിന് മുമ്പുള്ള ഏകദേശം ആ മോഡലിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ, അത് റിപ്പീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ എല്ലാം ഫുൾ ചാപ്റ്റേഴ്സ് അടങ്ങുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയാണ് മോഡൽ എക്സാം. നമ്മുടെ ഫുൾ ചാപ്റ്റേഴ്സ് ഇതിനു മുമ്പേ ക്രിസ്മസ് പരീക്ഷയ്ക്കോ ഓണപരീക്ഷയ്ക്കോ ഇല്ലല്ലോ. മോഡൽ എക്സാമിന് ഫുൾ ചാപ്റ്റേഴ്സാണ്. അതിൻ്റെ ഒരു മെത്തേഡിലായിരിക്കും ഏത് പബ്ലിക് എക്സാം നടന്നത്. അന്നേരം മോഡൽ എക്സാമിൻ്റെ മാർക്ക്, ഇന്റേണൽ മാർക്കെല്ലാം ഓൾറെഡി എന്താണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും ഓട്ടോമാറ്റിക്കായിട്ടും നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ മാർക്ക് വെച്ചാൽ ഇന്റേണൽ മാർക്ക് ഇടുന്നത്. പക്ഷേ എല്ലാ കുട്ടികൾക്കും നമ്മൾ കൊണ്ട് പഠിച്ചു തുടങ്ങും. നാളെ മോഡൽ എക്സാം ആണ്, ഫിസിക്സ് ആണ്, അടുത്ത ദിവസം മാത്സ് ആണ്. ടെൻഷൻ ഇങ്ങനെ കയറുമ്പോഴത്തേനും നമുക്കല്ല ഒരുമാതിരി പഠിച്ച് തുടങ്ങിയാലേ ഉള്ളൂ ടെൻഷൻ. പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. പഠിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ടെൻഷനാണ്. പിന്നെ അത് ഇരുവോ ഇത് ഇരുവോ, ഭയങ്കര. ചിലരൊക്കെ അങ്ങ് അസ്വസ്ഥരാകും, ചിലരങ്ങ് ഒന്നും കഴിക്കത്തില്ല. ടെൻഷൻ കൂടിയ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലവിധം ആൾക്കാർ. ടെൻഷൻ വല്ലാത്തൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ മൊത്തത്തിൽ അങ്ങ് പോകും. നിങ്ങൾക്ക് കമൻസ് ഇടാം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇങ്ങനെയുള്ളതിനെല്ലാം കമൻസ് ഇടാം. അങ്ങനെയാണ് എല്ലാ കാലവും കുട്ടികളെല്ലാം. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കാലം എല്ലാ കാലവും അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പം മോഡൽ എക്സാം ആണ് നാളെ ഫിസിക്സ്, തൊട്ടടുത്ത ദിവസം മാത്സ് ആണ്. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ കൊണ്ട് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റായ കാര്യം പറഞ്ഞുതരാം. ഇപ്പം മോഡൽ എക്സാമിന് ഫിസിക്സിൻ്റെ അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ, ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു 5-6 ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് പോകും. ഒരു പ്രയോജനവും ഇല്ല. നമുക്ക് ഇത് കഴിയുമ്പോൾ 8 ദിവസം കഴിയുമ്പോൾ പബ്ലിക് എക്സാമാണ്. പബ്ലിക് എക്സാമാണ് നമ്മുടെ മെയിൻ എക്സാം. അതിനാണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടത്. ഈ മോഡൽ എക്സാമിന് സ്കോർ ചെയ്യേണ്ടതെന്നല്ല പറഞ്ഞാൽ, നിങ്ങൾ ഫുൾ മാർക്ക് മേടിക്കുന്നെങ്കിൽ ഫുൾ മാർക്ക് മേടിച്ചു, അതിനകത്തും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒന്നും പഠിക്കാത്തവരും അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ച് പഠിക്കുന്നവരും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അങ്ങൊന്നും ഇങ്ങൊന്നും പഠിക്കുന്നതിനെ പകരം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പം ഞാൻ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടി തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു 4 ചാപ്റ്റർ, അത് ഫിസിക്സ് ആയിക്കോട്ടെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, എല്ലാത്തിനും വീഡിയോസും കയറും. അതിൽ നിന്നൊരു 4 ചാപ്റ്റർ, ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഒരു 4 ചാപ്റ്റർ പഠിച്ചുകൊണ്ട് പോവുക. അതിനകത്ത് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ചാപ്റ്റർ 4 ചാപ്റ്റർ, ഗിരീഷ് സാർ പറഞ്ഞാൽ 4 ചാപ്റ്റർ പഠിക്കണമെന്നല്ല. അത് 10 ചാപ്റ്റർ പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ 10 ചാപ്റ്റർ, മിനിമം ഒരു 4 ചാപ്റ്റർ പഠിച്ചുകൊണ്ട് പോവുക. അതൊരു വലിയ ടെൻഷൻ ഉണ്ടാക്കത്തില്ല. എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ 4 ഇപ്പം ഗിരീഷ് സാറ് 4 ചാപ്റ്റർ എന്ന് പറഞ്ഞു, തിരിച്ചുകൊണ്ടാകും 4 ചാപ്റ്റർ എന്ന് പറഞ്ഞു, എനിക്ക് 3 ചാപ്റ്റർ പഠിക്കും, അത് മതി. പക്ഷെ അത്രയും വൃത്തിയായിട്ട് അങ്ങ് പഠിക്കുക. നമ്മളെ കൊണ്ട് പറ്റാവുന്നത് നോക്കുക. കാരണം അറിയോ, 21-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 8 ദിവസം കിടപ്പുണ്ട്. ഫിസിക്സ് മാത്രമായിട്ട് അന്നേരം നിങ്ങൾ 8 ദിവസം തകർത്ത് പഠിക്കാം. നമ്മളും അതിനനുസരിച്ച് ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എല്ലാം നിങ്ങൾക്ക് തരും. നിങ്ങളെ സഹായിക്കുന്ന എല്ലാ വീഡിയോസും തരും. പിന്നെ അതിനുശേഷം ഓരോ പരീക്ഷയ്ക്കും കൃത്യമായ ഇടവേളകളുണ്ട്. ഈ വട്ടം പരീക്ഷയ്ക്ക് അന്നേരം ഇനിയിപ്പം ആ ഒരു രീതിയിൽ ഇടവേളകളിനെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം, നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കണം. അന്നേരം വേറെ ഒന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഇത് പഠിച്ചെടുക്കണം. അതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. അന്നേരം ഇപ്പം മോഡൽ എക്സാം ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾ എല്ലാ എക്സാമും പോയി എഴുതുക. നിങ്ങളെ കൊണ്ട് പറ്റാവുന്നത് ചെയ്യുക, പറ്റാവുന്നത് മാത്രം ചെയ്യുക. അന്നേരം നമുക്ക് ടെൻഷനും ഇല്ല, ഒരു കുഴപ്പവുമില്ല. നമ്മൾ വളരെ സുന്ദരമായിട്ട് നമുക്ക് പരീക്ഷകളെ സമീപിക്കാം. മോഡൽ എക്സാമിന്, പബ്ലിക് എക്സാമിന് മുമ്പേ ഇപ്പം ഞാൻ ഒരു മാസം എന്നുള്ള രീതിയിൽ വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും. ഇത് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് 100%, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിനകത്ത് വന്നൊരു കമൻറ്റ് ചെയ്തിട്ട് അവർക്ക് പ്രയോജനം ചെയ്ത് എല്ലാവർക്കും പ്രയോജനം ചെയ്തിട്ടുള്ളതാണ് എല്ലാ തരം വീഡിയോസ്. ഇപ്പോൾ നമുക്ക് അധികം പരസ്യങ്ങളും പബ്ലിസിറ്റികളും ഒന്നുമില്ല. നിങ്ങൾ തന്നെയാണ് പരസ്യം, കുട്ടികൾ തന്നെയാണ് പരസ്യം, അത്രയേ ഉള്ളതേ ഉള്ളൂ. അന്നേരം നിങ്ങൾ നന്നായിട്ട് പോയി പബ്ലിക് എക്സാം എഴുതുക. എല്ലാവർക്കും മാഷിൻ്റെ വക അടിപൊളി ഒരു ബെസ്റ്റ് വിഷസ്. ഒരു ടെൻഷൻ വേണ്ട, തകർത്തോ. നെവർ എവർ ഗിവ് അപ്പ്.